തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ് ചാടിപ്പോയത്. കുരങ്ങുകൾ മൃഗശാല പരിസരത്ത് തന്നെ ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നിർഭൻ, ഈ തുടർച്ചയായി ഇത്തരത്തിൽ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോകുന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ വിവരങ്ങൾ? അജിംഷാദ്, തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മുൻപ് ഒരു ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് തിരികെ കിട്ടിയത്. ഇപ്പോൾ വീണ്ടും സമാനമായി 3 ഹനുമാൻ കുരങ്ങുകളാണ് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ളത്. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ്. കുരങ്ങുകൾ മൃഗശാലയുടെ പരിസരത്ത് തന്നെ ഉണ്ട്. അത് ദൂരെ പോകാൻ സാധ്യതയില്ല. തീർച്ചയായും 3 ഹനുമാൻ കുരങ്ങുകളെയും കണ്ടെത്തി എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നിർഭൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പരിസരത്തുണ്ട് എന്ന് ഇവർ ഉറപ്പ് പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി നടത്തിയ പരിശോധനയിലാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ 3 പെൺ ഹനുമാൻ കുരങ്ങുകളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരത്തിലേക്ക് പോകുന്നത്. നിർഭൻ ചക്രവർത്തി. തീർച്ചയായും അല്പം മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. വലിയ തരത്തിൽ കീപ്പർമാരുടെ നേതൃത്വത്തിൽ മൃഗശാല അധികൃതർ നേതൃത്വത്തിൽ വലിയ തരത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അധികൃതർ പറഞ്ഞത് ഈ പരിസരം വിട്ട് വലിയ മരങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് മൃഗശാല വളപ്പ്. അത് ചാടി പുറത്തു പോയാൽ തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു അവരുടെ ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്തൽ. അത് ശരിയായിരിക്കുന്നു. 3 പെൺ ഹനുമാൻ കുരങ്ങുകളാണ് രാവിലെ മുതൽ മൃഗശാലയിൽ നിന്ന് മിസ്സിംഗ് ആയത്. ഇത് രാവിലെ കൂട്ടിൽ നിന്ന് പുറത്ത് ചാടുകയായിരുന്നു. പരിസരത്തുള്ള വലിയ മരത്തിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരികെ എത്താനുള്ള ശ്രമം നേരത്തെ തന്നെ അവർ നടത്തിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 3 പെൺ ഹനുമാൻ കുരങ്ങുകളെയും കണ്ടെത്താനായിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും ഈ ഇങ്ങനെ തുടർച്ചയായി ചാടിപ്പോകുന്നത്, കാരണം ഈ ഹനുമാൻ കുരങ്ങ് നമുക്കറിയാം, കുരങ്ങ് സ്വാഭാവികമായും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിന് ചാടിപ്പോകാനൊക്കെ ഉള്ള ഒരു ശേഷിയുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനുള്ള ഒരുക്കങ്ങൾ ഇല്ലേ അവിടെ? എന്താണ് അത് വരുന്ന വീഴ്ചകൾ? അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടല്ലേ? കാരണം നേരത്തെ നിർബന്ധന സൂചിപ്പിച്ചു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ഹനുമാൻ കുരങ്ങുകൾ തന്നെ ചാടിപ്പോയിരുന്നു. നേരത്തെ ഈ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയത് പുറത്ത് നിന്ന് എത്തിച്ച ഹനുമാൻ കുരങ്ങായിരുന്നു. അതിനെ മറ്റ് മൃഗങ്ങൾക്കൊപ്പം ഈ ഹനുമാൻ കുരങ്ങിന്റെ കൂട്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഈ ക്വാറന്റൈനിൽ സൂക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇത് മേളിലുള്ള കമ്പി വേലി ചാടിക്കടന്ന് പുറത്തേക്ക് പോയത്. ഇന്ന് ഈ 3 ഹനുമാൻ കുരങ്ങുകളും എങ്ങനെയെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് പുറത്തു പോയത് എന്ന് വ്യക്തമല്ല. അത് ഈ മൃഗശാല അധികൃതർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ വലിയ ഉയർച്ചയുള്ള ഉയർന്ന മരത്തിന്റെ ഏറ്റവും വലിയ ശിഖരത്തിലേക്ക് കടന്നു പോകാനും അവിടെ ഇരുന്ന് ചെറിയ ഇതിന്റെ തളി ജിലകൾ ഭക്ഷിക്കുകയാണ് ഹനുമാൻ കുരങ്ങിന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇവർ ചാടിപ്പോയി കഴിഞ്ഞാൽ അവർ പിടിച്ച് എത്തിക്കുക വലിയ പാടാണ്. പക്ഷേ ഈ ഹനുമാൻ കുരങ്ങ് ഈ പരിസരത്ത് തന്നെ സ്വാഭാവികമായും മറ്റ് കുരങ്ങുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അധികം അകലേക്ക് പോകാനുള്ള രീതിയില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അധികൃതർ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ, മൃഗശാല അധികൃതരുടെ, കീപ്പർമാരുടെയും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഇനി കണ്ടെത്തേണ്ട കാര്യമാണ്. അത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട് തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി നിർഭൻ. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ കുരങ്ങുകളെ കണ്ടെത്തി. 3 പെൺകുരങ്ങുകളായിരുന്നു ചാടിപ്പോയത്. കുരങ്ങുകൾ മൃഗശാല പരിസരത്ത് നടത്തിയ പരിശോധനയിൽ തന്നെ കണ്ടെത്താനായി. ഇതിൻ്റെ വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.